അത് തുണി മോറിനെടുത്തു. സോറി സോറി. ഓ കോരസാറായിരുന്നു. എന്റെ അമ്മ അല്ല വേണ്ട, ഡോർ അടച്ചേക്കാം. ഇഞ്ഞാരും കാണണ്ട. പാവം ഒന്നും പറയണ്ട. എന്നെ പറ്റി എന്ത് വിചാരിക്കാൻ തോന്നും. പെട്ടെന്ന് കഴിക്കാം, നമുക്ക് പോവാം. കോരസാറേ ഒരു ചായ കുടിച്ചിട്ട് പോകും. ചായ ഉണ്ട്, ചായ കുടിക്കാൻ മൂട് പോയി. ഇന്നാ നീ കുടിച്ചു. എന്റെ മൂട് എന്തിനി നോക്കി നോക്കി. അതെ കോരസാറിന് എന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഓ പിന്നെ സാർ എല്ലാരോടും അങ്ങനെ അങ്ങനെയൊന്നുമല്ല. പെൺകുട്ടി പാട്ടാവും. എനിക്ക് ഇത് നേരത്താണോ ഡോർ തുറക്കാൻ തോന്നിയതാ. സാറേ അതെ സാറേ ഈ വണ്ടി ഇപ്പൊ എടുക്കോ? എടുക്കൂലേ ഇപ്പൊ? എന്നാ ഞാൻ കേറിക്കോട്ടെ? സാറും കൂടി ഉണ്ടാവൂലേ? കേറാലോ? എന്നാ ഞാൻ കേറുവാണേ. ശരി. വിഷമിക്കാതെ ചെല്ലു, ഡ്യൂട്ടി കയറ്. ശരി സാറേ. എന്ത് പറ്റി സാറേ? ഇത്ര പെട്ടെന്ന് വരുന്ന ഞാൻ കരുതിയില്ല. എന്ത്? നിങ്ങൾ 3 പേരുണ്ട്. നാളെ മുതൽ ഡ്യൂട്ടി ഇല്ല. മനസ്സിലായില്ല. എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടുക. കോടതി ഉത്തരവിട്ടാൽ പിന്നെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗൗതം സാറിന്റെ കൂടെ ഇന്നും ഡ്യൂട്ടി. കണ്ടക്ടറാണോ ചേട്ടാ? കേറങ്ങ് എടുക്കാറല്ലയോ? ചിലപ്പോ സാറേ വണ്ടി എടുത്തോ. പിള്ളേരുടെ ഒരു കാര്യം പഠിക്കേണ്ട സമയത്ത് നടക്കണം. കളിക്ക്. എടി റിമോട്ട് എവിടെ? റിമോട്ട് എവിടെന്ന്? തുള്ളടി തുള്ളടി. നിനക്കിപ്പോ കളിക്കണ്ടേ? നിനക്കിപ്പോ കളിക്കണ്ടേ? ഞാൻ എന്തിനാടി കിടന്ന് കഷ്ടപ്പെടുന്നേ? നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ കിടന്ന് തുള്ളാൻ മാത്രം എന്തോ അഴിവുണ്ടായേ? പറയടി. എന്താടി? എന്താ ഇവിടെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഇവിടെ എന്താ പ്രശ്നം നമ്മ കാണുന്നില്ലേ? ഞാൻ ഈ ദിവസം കിടന്ന് കഷ്ടപ്പെടുന്ന ഇവളുമാരെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ഈ വീട് നോക്കാൻ വേണ്ടിട്ടല്ലേ? അമ്മയ്ക്ക് അതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ? രാവിലെ മുതൽ ഇവളുമാർ എന്താ ചെയ്യുന്നതെന്ന്? നിനക്ക് ഇവിടെ വേറെ എന്തോ ജോലി? എന്താ മോളെ ഇത്? നമ്മുടെ വിഷമങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നവരോട് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഈ താൽക്കാലിക ജോലി പോയ പോട്ടെ മോളെ. എൻ്റെ മോളെ എത്ര PSC എക്സാം എഴുതിയിട്ടിരിക്കുക. മോക്ക് കിട്ടും. കേട്ടിട്ടില്ലേ? ഒരു കുഴി, പടുകുഴി, പിന്നെയും കുഴി, പിന്നെ ഒരു ഊഞ്ഞാൽ. അതാ മോളെ ജീവിതം. നല്ല നിലയിൽ ജോലി ചെയ്ത നിങ്ങൾക്കൊക്കെ യാത്രാമംഗളങ്ങൾ നേരുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള കാര്യമാണ്. കവി പറഞ്ഞതുപോലെ വിധിയെ തടയാൻ ആർക്കും ആവില്ലല്ലോ.
പ്രത്യേകിച്ച് കോടതി വിധിയെ. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ശോഭനമായ യാത്രാമംഗളങ്ങൾ നേരുകയാണ്. ഇന്ന് പിരിഞ്ഞു പോകുന്നവർ സന്തോഷ്, ഗൗതമി, വിനീത, അപ്പോ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പിരിയാം. അതെ അതെ, ചായ കുടി. അടിയല്ലേ? പിന്നെ ദോ അവിടെ ചായ മാത്രമല്ല വടയും ഉണ്ടായിരിക്കുന്നു. ഈ കോഫി ഇടോ. ഗൗതമി സാറേ, ചായ കുടിച്ചിട്ട് പോവാ. ഞാൻ എന്താ വരുന്നേ? ഗൗതം സാർ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഏറ്റില്ല. കറിയാച്ചോ, ഓ ഇവിടെ പള്ളിയൊക്കെ ഒന്നും ഒരു കുറവില്ലല്ലോടാ. ആ പെങ്ങള് ഹാപ്പി അല്ലേ? ആ. ആ അത് മതി. ആ എനിക്കതായിരുന്നു ഒരു പേടി, പള്ളിയിൽ പോകാൻ പറ്റുമോന്നുള്ളത്. അതെ, ആ നമ്മുടെ പറമ്പിലെ റബ്ബർ ഉള്ളി പറക്കി വിറ്റാ ആ. 30 പക്ക സർക്കാർ കൊടുക്കുന്നതിനേക്കാളും കിട്ടും ഇവന്. പിന്നെ എന്നാത്തിനാ ഈ തൊലിഞ്ഞ പണിക്ക് പോകുന്നത്? തൊലിഞ്ഞ ജോലിയോ? ഈയിടെ ഇത് സർക്കാർ ജോലിയാ. ജീവിതകാലം മൊത്തവേ അവൻ സേഫാ. ആ പിന്നെ അല്ല തന്തമാരുണ്ടാക്കിയ തപ്പി നടക്കാതെ നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവൻ തന്നെ യഥാർത്ഥയാണ്. അത് പെങ്ങൾ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. നിനക്ക് തോന്നിയോ? സഖാവ ഈ കുണ്ടാണ്ടം ഇങ്ങനെ തേമ്പട്ട കാര്യം എന്തുവാ സഖാവേ? മനഃപൂർവ്വമല്ലല്ലോ. ആ, പിന്നെ ചുമ്മാ സഖാവിന് പെണ്ണ് കിട്ടാത്ത ലോക്കൽ കമ്മിറ്റി എന്നാ പറഞ്ഞാലും ലോക്കൽ കമ്മിറ്റി ഞാൻ പറയുന്ന അനുസരിച്ചില്ല മഹാദേഷ്യം വരും കേട്ടോ. സഖാവ് ചവിട്ട് പഠിക്കേ ഒറ്റ ചവിട്ടാൻ നന്നല്ലോ നിങ്ങൾ പറയുന്നേ. ആശാനെ ചവിട്ടു. ആലപ്പുഴ ബസ് സ്റ്റാൻഡ് കപ്പലിന്റെ വീട്ടാണെന്ന് ഓർമ്മയുണ്ട? തന്നെ പിടിച്ച് ഞാൻ എന്റെ പിയ്യാക്കിയാ. എടോ എനിക്ക് ചെറുപ്പത്തിൽ ചവിട്ടാൻ അറിയായിരുന്നു, മനസ്സിലായ? എനിക്ക് വെയിലിന്റെ അസുഖമുള്ള തലവേദന വരും, അതുകൊണ്ടാണ്. തന്റെ സഹായം എനിക്ക് ഇനി വേണ്ട. എനിക്ക് ഒറ്റക്ക് ഞാൻ കാണിച്ചാലോ. ഞാൻ പിടിച്ചേരാം. സഖാവ് വേണമെങ്കല്ലേ സഖാവ്. സഖാവ് പറക്ക പറ്റിയിട്ടില്ല. സഖാവ് ചവിട്ടരുതെന്ന്. സഖാവെ വീഴും പറയുന്ന കേക്ക്. ആ മോശോ നെഞ്ചത്തോട്ടാണല്ലോ ദൈവമേ. ഓ പറഞ്ഞാൽ അറിയാത്ത സഖാവ് കൊള്ളുമ്പോഴറിയാന്നോടിയല്ലേ. സഖാവ് നമ്മുടെ ഇടതുവശമാ. ഞാൻ പാടത്ത് കാണും. ഓ, അയ്യോ. സഖാവ് വലത് പറ്റിയോ സഖാവ്? വലത് പറ്റിയോ സഖാവ്? ഇതെന്ത് ചാച്ചാച്ചിയുടെ കൂടെ പോവാ? അയ്യോ, നമ്മളേത് വാട്ടിലാണ്? ഒന്നും പറ്റില്ല. നമ്മളെ പരിചയമില്ലാത്ത കക്ഷികളാന്ന് തോന്നുന്നല്ലേ സഖാവി? അതെ, അത് ശരിയാണ്. നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള ആൾക്കാരല്ല. നമുക്കൊന്ന് ചോദിച്ചാലോ? ഇതാണോ ടകരേച്ച നമ്മുടെ വീട്? ആ നമ്മുടെ വീടല്ല, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന വീട്. അവന്മാരെത്തിയല്ലോ. ആ ഇവിടെയല്ലോ എത്തിയല്ലോ. ഇതെന്താ നിങ്ങൾ പഴയ ഫർണിച്ചർ കയറ്റി വന്നേ? പുതിയ ഉണ്ടായിരുന്നല്ലോ. പിന്നെ വാടക വീട്ടിലേക്കല്ലേ, ഇതൊക്കെ മതി. യൂണിയൻകാരാണ് അല്ലേ? ലോഡ് ഇറക്കിയോ, ലോഡ് ഇറക്കിയോ? ആ കേട്ടെ. ആ മനസ്സിലായില്ല ആരാ? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ? കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ സെക്രട്ടറി. കൈനഗിരി ബ്രാഞ്ച് സെക്രട്ടറി. പോരാ, മതി. നിങ്ങളുടെ ജില്ലയൊക്കെ വലുതാ ഞങ്ങളുടെ ബ്രാഞ്ച്. സമ്മതിക്കല്ല. സമ്മതിക്കണ്ട. എന്താടോ വേറെ പ്രശ്നം? ഇവൻ ഇറക്കാൻ വന്നതാ. അതിവിടെ നടക്കത്തില്ല. പിടിയടാ. ജില്ലാ സെക്രട്ടറിയാ. ഫോൺ പിടിയടാ. ജില്ലാ സെക്രട്ടറി. പെങ്ങളെ
ഇങ്ങോട്ട് ഇറങ്ങി. എന്നെ മുതലെടുക്കാൻ യൂണിയൻകാരുടെ ആവശ്യമില്ലല്ലോ. ഞാൻ എടുത്തോളാം എന്റെ മുതൽ. ഇങ്ങോട്ട് ഇറങ്ങി. ഇതെന്നാ കാണിക്കുന്നത്? കാണാമല്ലേ വന്ന് പിടിക്കാം. അല്ല നമ്മുടെ ജില്ലാ സെക്രട്ടറി ഞാനോ? ഡാ, പ്രിയടാ. ഞാനും നോക്കട്ടെ. നമ്മുടെ ആൾക്കാർ ചോദിക്കുക പിടി. നമ്മുടെ ആൾക്കാര് സാറേ ഇത് പിടിച്ചേ. അത് മേടിച്ചു വെച്ചു. പിടിക്ക്. പോയി ഇടിക്ക്. ഇടിക്ക്. ഇയാള് തിരുവാതിര കളിക്കണം. പോയി തടയ്. നോക്കി നിൽക്കാതെ വാങ്ങി. ആഹാ. എടാ എന്തോ അതിന്റെ പേര്? ഭീമൻ. ഭീമനോ? ഞാൻ വിളിക്കത്തില്ല. ഭീമൻ തന്നെ നാണക്കേടാവും. എന്നാ ബാക്കിയുള്ളോടി തള്ളന്നെ ഇറക്കട്ടെ. ഇവിടുന്ന് കിട്ടുന്നത് നക്കാപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട അല്ലേ? നീ എന്നോട് വിളിച്ചേ? റഹേലെ, വേണ്ട. എന്നോട് വിളിച്ചേ? നീ എന്താണ് എന്നെ വിളിച്ചേ? നീ എന്തുവാ എന്നെ റഹേലെ, വിളിച്ചേ? റഹേലെ, വേണ്ട, വേണ്ട. അടങ്ങ്, അടങ്ങ്. അതെ, മണിയടിച്ചത് നന്നായി. വിട്ടോ, സഖാ വിട്ടോ. തേക്കന്തടത്തിൽ മാത്തൻ ഭാര്യ റാഹേൽ. കോട്ടയം DC വിളിച്ച് ചോദിച്ചാ മതി. ഒരു പേന ഉണ്ടാവും അത് എഴുതരാം. എഴുതാനാരും എഴുത്തച്ഛന്റെ പേരക്കുട്ടിയാ. പേര് ഭീമൻ എന്ന് പറഞ്ഞപ്പോഴേ സംഗതി കുളമായി. എത്ര കാലം കൊണ്ട് ഞാൻ സഖാവിനോട് പറയുന്നു ഈ പേരൊന്ന് മാറ്റാൻ. ഒരു മിനിറ്റ്. നിങ്ങളെ അറിയ ഞാനല്ലേ ആദ്യം കയറി. അവര് കയറട്ടെ. എന്നാ പാവങ്ങള അവര് കയറട്ടെ. ഒതുക്കിരി ഒതുക്കിരി. വിട്ടോട്ടെ. കേരളേ അവിടെ നിന്നോ. ഓടി വന്നാ മതി. പേര് മാറ്റണോ അല്ലേ? മാറ്റി തരാട്ടാ. അച്ഛോ, ഇവിടെ ഞായറാഴ്ച 3 കുർബാന ഉണ്ടായിരിക്കും അല്ലേ? ഇത് ചെറിയൊരു ഇടവകയാണ്. ഇവിടെ 2 കുർബാനേ ഉള്ളൂ. നിങ്ങൾ എവിടുന്ന? ഞാന് പറഞ്ഞാനം അൽഫോൻസാമയുടെ പള്ളി ഇടവക. ഞാൻ വലിയ പള്ളിയിൽ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ KSRTC ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്തായിട്ടാണ്? കണ്ടക്ടറായിട്ട്. വേറെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. അപ്പൊ ശരി അച്ഛ, കാണാം. അച്ഛൻ കുഴപ്പമില്ലല്ലേ? ഒരു പാവ അച്ഛൻ. റാഹലമ്മ സുന്ദരിയായിട്ടുണ്ടല്ലോ. അടിച്ചോണ്ട് ഞാൻ എന്ന് സുന്ദരിയാ. നീ എന്നെ ശ്രദ്ധിക്കാത്തോണ്ടാ കേട്ടോ. പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ എന്നാലും നമ്മുടെ പള്ളിയുടെ അത്രയും പോരാ. എന്നാ പിന്നെ പാലയില് 2 ഏക്കർ വെച്ചിട്ടെ പള്ളിക്കറി കൊടുത്താലോ? പടാ. വേണ്ടേ? വേണ്ട വേണ്ടേ വേണ്ട. ഇവിടെയാണോ ഇറങ്ങണ്ടേ? ഇവിടെ അല്ലേ? ഇതാര്? ഗൗതമ സാറാ? എന്റെ പൊന്നു, ഇത് ആരെയും നോക്കിയേ. എന്റെ ചെലപ്പ സാറേ ഗൗതമ സാറ്. എന്റെ പൊന്നു ഗൗതമ സാറേ, കേറങ്ങോട്ട്. സാറേ കേറ് സാറേ. വാ ഗൗതമ സാറേ, കേറങ്ങോട്ട്. എന്റെ സാറേ കേറ്. മഴ ചാറുന്നു. ഇങ്ങോട്ട് പനിയും പിടിച്ചു കിടക്കട്ടോ. എന്താ ഗൗതമ സാർ കേറുന്നു? ഇല്ലെന്നേ. കേറ് എന്റെ ഗൗതമ സാറേ. ചിലപ്പോ സാറേ ഗൗതമ സാറേ കേറുന്നില്ല. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കൊടുത്തേ. ഗൗതമ സാറിന് സീറ്റ് കൊടുക്കും. സീറ്റില്ല, ഞാൻ എന്റെ സീറ്റ് കൊടുക്കും. പിന്നല്ല അല്ല പിന്നെ ഒന്നിൽ കേറ് അല്ലെ അങ്ങോട്ട് മാറ്. എനിക്ക് വായിരിക്കണമെന്ന് പറയിപ്പിക്കല്ല കേട്ടാ. കേറങ്ങോട്ട്. സാറെ വണ്ടി എടുക്ക് അല്ലെ അങ്ങോട്ട് മാറ്. ഞാൻ എടുത്തോളാം. ഈ വണ്ടി എടുക്കാൻ സമയമായി. എന്നെ എടുക്കാറാവുമ്പോഴേ ഞാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തോ പരിപാടി? ഇനി എപ്പ എത്താനാ? ഇനി ഞാൻ എത്തിച്ച പോലെ. എനിക്ക് തൂക്കം ശരിയായില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരികയില്ല. പയറെടുത്തേ കേട്ടാ 1 കിലോ. 1 കിലോ എടുത്തല്ലേ? ഞാൻ കിഴങ്ങ് വെക്കാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ. കിഴങ്ങോ എവിടെ? ആയിരിക്കുന്ന എന്തോ പിന്നെ. അയ്യോ, ഉടനെ എടുത്ത് മാറ്റില്ലേ? ഇതാ ഇതിന്റെ കുഴപ്പം. ഞാൻ എന്ത് തൂക്കാൻ തുടങ്ങിയാലും ഈ ഉരുളക്കിഴങ്ങ് ചാടി അത് കിഴങ്ങ് തനി ഉരുണ്ട് കയറി കാണുമല്ലേ? അതെ അതെ അതെ, ഉരുളക്കിഴങ്ങ് കൂടുതലുള്ള ഉരുളല്ലേ? ഇയാള് തരുന്ന മൊത്തം കള്ളത്തൂക്കുക. എന്റെ പൊന്നാശാനെ, ഈ കുഞ്ഞു വെറുതെ പറയുന്നതാ. എടോ, താൻ കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നോ? എവിടുന്ന്? എന്താ മോളെ പ്രശ്നം? ഇയാൾ എന്തെടുത്താലും കൊണ്ടോ കിഴങ്ങിൽ കാണും. എടോ, കൈ കയറി പിടിക്കും. പിന്നെ അതെ, താൻ എന്തിനാ പാവങ്ങളെ പറ്റി ജീവിക്കുന്നത്? പാവങ്ങളെ പറ്റി ഏതായാലും പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. ദൈവത്തെ ഓർത്ത് പിടിപ്പിക്കരുത്. എന്റെ മക്കളുള്ളത്തോളം കാലം ഞാൻ ഇത് ചെയ്യല. എന്നോട് ക്ഷമിക്കണം. പറ്റിയത് പറ്റി, ഇനി ഇത് ആവർത്തിക്കരുതാ. ഒരു കാര്യം ചെയ്യും, 1 കിലോ കിഴങ്ങെടുക്ക്. അയ്യോ, അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഇയാളെ പോലീസ് ലഭിക്കണം. എന്റെ പൊന്നുമോളെ, ക്ഷമ പറഞ്ഞോണ്ട് വീരസ്യം പാടില്ല. അതെ, സ്നേഹമാണ് അഗ്രസാരം കൂടി എന്നല്ലേ. ഈ കിഴങ്ങിന്റെ കിഴങ്ങൊന്നും വേണ്ട. ആന്റി കൊണ്ട് വന്ന് വേറെ കട പറഞ്ഞു തരാം ഞാൻ. എനിക്ക് മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെമ്പിള്ളേരാൽ ഇങ്ങനെ വേണം, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. ആ ചെല്ല് കിഴങ്ങ് കിട്ടും. മോനെ കോരേ, ഇനി വന്നേടാ. എന്നാ മച്ചി?
അതെ ഒരു സൂത്രം തരാം. ഇങ്ങ് വാ. ഉണ്ണിയപ്പാ അല്ലടാ കിഴങ്ങ. കിഴങ്ങാന്ന്? അതല്ലടാ ഇത് കിഴങ്ങാന്ന്. അത് കൊള്ളാലോ. മോനെ അവിടെ ഇരുന്നേ, ഇതൊന്ന് ചേരണ്ടിക്ക്. പണി അറിയാം. ഇതൊക്കെ ഞാനാണ് ചെയ്യണ്ടേ? ആണുങ്ങളായല്ലേ കുറച്ച് പാചകമൊക്കെ അറിഞ്ഞിരിക്കണം. വരുന്ന പെങ്കൊച്ചെ തോപ്പിക്കാൻ ശ്രമിച്ചാലും തോക്കാൻ പാടില്ല. അതിന് ഞാൻ തോക്കേലല്ലോ. എന്റെ കൂടെ റാഹേലും ഞാൻ എത്ര കാലം കാണുവാടാ മോന്റെ കൂടെ? ജീവിതകാലം മൊത്തം. അപ്പൊ എനിക്ക് അങ്ങേറെ അടുത്ത് പോണ്ടേ? എന്റെ അപ്പൻ എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ. ഇവിടെ നാട്ടുകാർക്കോ സമാധാനമില്ല. നീ എന്താ കുത്തി പറയുന്നുണ്ടല്ലോ? ഞാൻ ഏത് നാട്ടുകാർക്കാണ് സമാധാനം കൊടുക്കാത്ത? എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പിത്തരം തുടങ്ങിയെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ടേ. ഓഹോ, അത് നിന്റെ ചെവിയിലെത്തിയോ? ദേ, സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയിപ്പിക്കുന്നത്. എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ. എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളത് കേട്ടല്ലോ. നീ ആരാടാ എന്റെ നിരക്കൈ ചൂടാ? എന്നെ പരിപ്പിക്കോടാ, പരിപ്പിക്കോടാ. ഏതോ ഒരു കിഴങ്ങന്റെ. എന്നാലേ ആ കിഴങ്ങനുണ്ടല്ലോ ഈ വീടിന്റെ ഉടയോൻ ചാക്കോച്ചന്റെ ബന്ധുവാ. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മള് വാടക കൊടുത്തിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്? പിന്നെ കൊടുക്കാതെ. അല്ലാതെ മരിച്ചുപോയ എന്റെ അപ്പം മാത്തച്ചാന്റെ പറമ്പിലല്ല നമ്മുടെ ഈ കൂര വെച്ചേക്കുന്നത് കേട്ടല്ലോ. ഇങ്ങനെ നടക്കുക. എടാ നീ ഇതികേട് കണ്ടാലേ ഈ റാഹേല് പ്രതികരിക്കും. അല്ലാത്തവർക്കേ ഒരു പേരുണ്ട്. അത് നിന്നോട് ഞാൻ പറയുന്നില്ല. തൽക്കാലം കത്തി മാറ്റി വെച്ചേ. എന്റെ അമ്മേ, എഴുതിട്ട് നീ എവിടെ ഇരുന്ന് അവിടെ പോയി ഇരിക്കും കേട്ടോ. പിന്നെ വന്നു കയറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോ നീ പഠിച്ചോളൂ. എല്ലാരുമേ ഈ റാഹേലിനെ പോലെ പാവമായിരിക്കല്ലോ. പഞ്ചപാവം തമാശക്കാരി. പാവം പാവേ. ഹായ്, ഗുഡ് മോർണിംഗ്. ആരാ മനുഷ്യ? മോളെ. ഹായ് ആന്റി. മോളുടെ ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്തല്ല, കുറച്ചങ്ങോട്ട് മാറിയ. മോള് പത്രം ഇടുന്നുണ്ടായിരുന്നല്ലേ? എന്റെ ഇവിടെ ഒരു പത്രം ഇടണേ. എനിക്ക് രാവിലെ കട്ടൻ ചായയുടെ പത്രം വേണം. അപ്പൊ ആന്റിക്ക് നാളെ മുതൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂടുള്ള വാർത്തകൾ ഞാൻ എത്തിച്ചിരിക്കും. അതെ, ഈ ആന്റി വിളി വേണ്ട. എന്റെ പേര് റാഹേൽ. എല്ലാരും റാഹേലമ്മേന്ന് വിളിക്കും. മോക്ക് ഇഷ്ടമാണ് മോളെ റാഹേലമ്മേന്ന് വിളിച്ചത്. അപ്പൊ ശരി റാഹേലമ്മേ, ഇന്നത്തെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ ബാക്കിയുള്ള വീടുകളിൽ എത്തിച്ചില്ലെങ്കിൽ അവര് ചൂടോ. ഞാൻ പോട്ടെ. ശരി, എന്നാ ഇതിരിക്കട്ടെ. ഞാന് ഇന്നാള് കണ്ട ജൗളിക്കടയിലോട്ട് പോവാം. നീ അങ്ങോട്ട് വാ. നിനക്ക് ചേരുന്ന ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. മോനെ വണ്ടി എടുത്തു. ഗുഡ് മോർണിംഗ്. ഇത് ഏറ്റവും മൂവ്മെന്റ് ഉള്ള സാധനം. ഗൗതമി. അതെ, നാട്ടിലറിയപ്പെടുന്ന കാട്ടുകോഴിയാ. സൂക്ഷിച്ചു കൊണ്ടൊക്കെ പോണേ. കോഴി ഞാൻ കഴിച്ചു വെച്ച് കൊല്ലും. ചേച്ചിക്ക് കിട്ടിയോ? വന്നോട്ടെ. നീ ഇന്നലെ വന്ന സ്റ്റോക്ക് ചെക്ക് ചെയ്തായിരുന്നു? ഇല്ലല്ലോ. ചെല്ല് ഉത്തരവാദിത്തം കുറഞ്ഞു വരുന്നുണ്ട്. എന്താ എന്താ വിളിച്ചേ? ഗൗതമി, ഇവിടെ ജോലിയെല്ലാം സുഖമായിട്ട് പോകുന്നില്ലേ? കസ്റ്റമേഴ്സിനെ കൊണ്ട് ശല്യം ഒന്നുമില്ലല്ലോ? കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്നും ശല്യമില്ല. അത് മതി. അതെ ഗൗതമി, കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം. അല്ല പേടിക്കണ്ട, ആനന്ദേട്ടനില്ലേ ഇവിടെ, ഞാനെല്ലാം പഠിപ്പിക്കാം. ഞാൻ സാധാരണ MBA കഴിഞ്ഞ പിള്ളേരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ്. പിന്നെ കരുണേട്ടൻ കുട്ടിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ അനന്തേട്ടന്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പാവൻ ഞാൻ. താനിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കാരണം എന്താ അനന്തേട്ടനില്ലേ ഇവിടെ? കുട്ടിക്ക് അറിയോ, നന്മ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു.
കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അമ്മച്ചി? പറയുമായിരുന്നു. അമ്മച്ചിയോ? വാ. മോൾ എവിടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്? അമ്മച്ചിക്ക് എന്താ വേണ്ട? എനിക്കൊരു ഷർട്ട് വേണം. ഞാൻ എടുത്തു തരാം. വാ. എന്താ ആ? മാറ്. ആ? കസ്റ്റമർ നിൽക്കുന്ന കാണുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കും ഗൗതമി. പിള്ളേരുടെ എല്ലാം. ഇത് കുട്ടിയല്ലേ? സുഖം അങ്ങ് പോയി. ആർക്ക് വേണ്ടിയാ? ആ, എന്റെ മോന് വേണ്ടിയാ. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ബർത്ത്ഡേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. ആ, തരാലോ. സൈസ് എത്രയാ? സൈസ് 42. ഓക്കെ. മോന് എന്റെ സെലക്ഷൻ. വിഘ്നേശ്വരാ, കാത്തോളണേ. അടിപൊളിയല്ലേ? ഞാൻ മോനൊന്ന് വിളിക്കട്ടെ, അവൻ വരാന്ന് പറഞ്ഞു. വിളിച്ചോക്ക്.